മാധ്യമപ്രവർത്തക ജീൻ കാരളിനെ അധിക്ഷേപിച്ച കേസിൽ ഡൊണാൾഡ് ട്രംപിന് കനത്ത തിരിച്ചടി. നഷ്ടപരിഹാരമായി $83.3 മില്യൺ നൽകണമെന്ന് കോടതി പറയുന്നു. വിധി വരും മുൻപ് ട്രംപ് കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്നും ട്രംപ് അറിയിച്ചു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ശ്യാം ദേവരാജാണ് ചേരുന്നത്. ശ്യാം, എന്തൊക്കെ കാര്യങ്ങളുണ്ടായി? മാൻഹട്ടനിലെ ഫെഡറൽ കോടതിയുടേതാണ് ഡൊണാൾഡ് ട്രംപിനെതിരായ വിധി. 9 അംഗ ജഡ്ജിംഗ് പാനലാണ് ഈ വിധി പറഞ്ഞത്. ജീൻ കാരൽ നൽകിയ മാനനഷ്ട കേസിലാണ് ഈ വിധി. ജീൻ കാരൽ ആവശ്യപ്പെട്ടതിനേക്കാൾ 8 ഇരട്ടിയിലധികം തുകയാണ് പിഴ ശിക്ഷയായി ഡൊണാൾഡ് ട്രംപ് നൽകുകയും ചെയ്യേണ്ടത്. ഏതാണ്ട് 83 ദശലക്ഷം രൂപയാണ്, ദശലക്ഷം ഡോളറാണ് നൽകേണ്ടത്. ഇന്ത്യൻ തുക 678.69 കോടി രൂപയിലധികം തുക വരും. അതായത് കനത്ത തുകയാണ് പിഴയായി ഡൊണാൾഡ് ട്രംപിന് ശിക്ഷയും വിധിച്ചിരിക്കുന്നത്. അപകീർത്തി കേസിലാണ് ഇത്തരമൊരു ശിക്ഷ മാൻഹട്ടൻ ഫെഡറൽ കോടതി വിധിച്ചത്. ഇതിനെതിരെ അപ്പീൽ പോകുമെന്ന കാര്യം ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഈ വിധി വിചാരണയുടെ സമയത്തെല്ലാം കോടതിയിലുണ്ടായിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഇതിൻ്റെ കോടതിയുടെ വിധി വരുന്നത്. ഈ വിധി സമയത്തേക്ക് കോടതിയിലേക്ക് മടങ്ങി വരാൻ ട്രംപ് തയ്യാറായതുമില്ല. വിധിക്കെതിരെ പിന്നീട് അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് അത്തരമൊരു സാമൂഹിക മാധ്യമത്തിൽ ഡൊണാൾഡ് ട്രംപ് പ്രതികരിക്കുകയും ചെയ്തത് ജോ ബൈഡനെതിരായ ആരോപണമാണ്. കാരണം കോടതി നീതിപൂർവമല്ല വിധി പറഞ്ഞത്. മാത്രമല്ല ഇതിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ ഒരു സ്വാധീനം മൂലമാണ് കോടതി ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്നുമാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പ്രസ്താവനയായി പുറത്തു വരികയും ചെയ്തത്. 83.3 ദശലക്ഷം ഡോളർ തുക പിഴത്തുകയായി നൽകണം എന്നതാണ് വിധി. ഇത് വിഭജിക്കുന്നത് ഇങ്ങനെയാണ്: 11 ദശലക്ഷം ഡോളർ അന്തസ്സ് കളങ്കപ്പെടുത്തിയതിനും 7.3 ദശലക്ഷം ഡോളർ മാനസിക ആഘാതത്തിനും 65 ദശലക്ഷം ഡോളർ അവകാശങ്ങൾ ലംഘിച്ചതിനുള്ള ശിക്ഷയുമായാണ് ഡൊണാൾഡ് ട്രംപ് നൽകേണ്ടത്. ജീൻ കാരളിനെ അധിക്ഷേപിച്ച കേസിലാണ് ട്രംപിന് നഷ്ടപരിഹാര തുക നൽകേണ്ടി വരുന്നത്. വിവരങ്ങളാണ് ശ്യാം ദേവരാജ് നൽകിയത്.